ഹായ് ഫ്രണ്ട്സ്, +1 ഗാന്ധിയൻ സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ആണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരം അഥവാ ഇന്ത്യൻ കൾച്ചർ എന്നുള്ള ഭാഗമാണ്. ഏതായിരുന്നു നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ? കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്ന ഒന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്ലാസ്സിൽ എന്താണ് കൾച്ചർ എന്ന് നമ്മൾ പഠിച്ചു, അഥവാ സംസ്കാരം എന്താണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ സിവിലൈസേഷൻ അല്ലെങ്കിൽ നാഗരികത എന്താണെന്നുള്ളത് മനസ്സിലാക്കി. അതുകൂടാതെ തന്നെ സാംസ്കാരിക പൈതൃകം അല്ലെങ്കിൽ കൾച്ചറൽ ഹെറിറ്റേജസിനെ കുറിച്ച്, ഇങ്ങനെ ഈ ഒരു മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന രീതിയിൽ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് സംസ്കാരം എന്നുള്ളതും, മറ്റൊന്ന് കൾച്ചർ എന്താണെന്നുള്ളതും, സംസ്കാരം, കൾച്ചർ, അതുകൂടാതെ തന്നെ സിവിലൈസേഷൻ അല്ലെങ്കിൽ നാഗരികത എന്താണെന്നുള്ളതും, ഈ സംസ്കാരത്തിന്റെ പൈതൃകം അല്ലെങ്കിൽ കൾച്ചറൽ ഹെറിറ്റേജ്, ഇതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു കൾച്ചറൽ ഹെറിറ്റേജിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്? തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് നമ്മുടെ പൂർവികർ കൈമാറിയ മൂല്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇടങ്ങൾ, ഉപകരണങ്ങൾ, കലകൾ എന്നിവ ഉൾപ്പെടെയുള്ള ജീവിത രീതികളുടെ ആവിഷ്കാരമാണ്. ജീവിത രീതികളും അതിന്റെ ആവിഷ്കാരവുമാണ് എന്തെന്ന് പറയുന്നത് കൾച്ചറൽ ഹെറിറ്റേജ്. ആ കൾച്ചറൽ ഹെറിറ്റേജിനെ 3 ഫോംസ് എന്ന രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 ഫോംസ് എന്ന് പറയുന്നത്? ടാഞ്ചിബിൾ കൾച്ചർ എന്ന് പറയും, നമ്മൾ അനുദിനം ഇടപെടുന്ന അനുഭവവേദ്യമായിട്ടുള്ള ഇതിനെയാണെന്ന് പറയുന്നത് ടാഞ്ചിബിൾ കൾച്ചർ. ഇനി രണ്ടാമത് എന്താണ്? ഇൻടാഞ്ചിബിൾ കൾച്ചർ, ഭൗതിക തലത്തിൽ നിലനിൽക്കുന്നവയാണ് അവ. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് നാച്ചുറൽ ഹെറിറ്റേജ് എന്നുള്ളതാണ്, വൈകാരികവും മാനസിക ഉല്ലാസത്തിന് ഉതകുന്നതുമായിട്ടുള്ളതിനെയാണ് എന്ത് പറയുന്നത്? നാച്ചുറൽ കൾച്ചർ. ഇങ്ങനെ മൂന്ന് ഫോംസുകളാണ് കൾച്ചറൽ ഹെറിറ്റേജുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പുതിയൊരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണിത്. എന്താണ്? ഇന്ത്യൻ സംസ്കാരം എന്നുള്ളതാണ്. ആ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകളെ കുറിച്ചുമാണ് നമ്മൾ വരും ക്ലാസ്സുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്ന എന്താണ് ഇന്ത്യയുടെ സംസ്കാരം? പല സവിശേഷതകൾ എടുത്ത് പറയാവുന്നതാണ്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ക്ലാസ്സിലൂടെ തന്നെ പരിചയപ്പെടാൻ പോകുന്ന കാര്യവുമാണ്. എന്താണ് ഇന്ത്യൻ സംസ്കാരത്തിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പോയിന്റുകളായിട്ട് വരുന്നത്? സംസ്കാരം എന്ന സംസ്കൃതി പദത്തിന് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അർത്ഥം. സംസ്കാരത്തിന്റെ വേർഡാണ് സംസ്കൃത പദമാണ്. അതിൽ ഉപയോഗിക്കുന്ന വേർഡ് എന്താണ്? സംസ്കൃതി എന്നുള്ളതാണ്. സംസ്കാരം എന്ന സംസ്കൃത പദത്തിന് സ്വീകരിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. പവിത്രമായിട്ടുള്ളത് അല്ലെങ്കിൽ ഉന്നമനത്തിനായി അല്ലെങ്കിൽ സ്ഫുടനം ചെയ്തെടുത്തത് എന്നിവയൊക്കെ ആ പദം അർത്ഥമാക്കുന്നു. അതല്ലെങ്കിൽ ശുദ്ധീകരിക്കുക എന്നുള്ളതിന്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ സ്ഫുടം ചെയ്തെടുത്തത്, അല്ലെങ്കിൽ ശുദ്ധമാക്കി എടുത്തിട്ടുള്ളവ എന്നീ പദങ്ങളെല്ലാം അതിന് ഉപയോഗിക്കുന്നു. ചിരപുരാതന കാലം മുതൽ തന്നെ ഇന്ത്യൻ സംസ്കൃതി മാനവ സംസ്കൃതി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് മാനവ സംസ്കൃതി? ഇന്ത്യൻ സംസ്കാരത്തിന് സാർവത്രികമായ ഒരു ആകർഷണീയതയും അസ്തിത്വവുമുണ്ട്. വൈവിധ്യമാർന്ന വഴികളിലൂടെ ഒഴുകിച്ചേർന്ന ഒരു സംസ്കാരമാണ് ഇന്ത്യയുടേത്. അത് ബഹുമുഖവും വിപുലവുമാണ്. വേദോപനിഷത്തുകളും സംഘകല പൈതൃകങ്ങളും ഇന്ത്യൻ സംസ്കാരത്തെ സമ്പന്നമാക്കിയ ധാരകളായിട്ടാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന രീതിയിൽ നമ്മളോട് പറയുന്നത്. എന്താണ് ഇന്ത്യൻ സംസ്കാരം? പല രാജ്യങ്ങളുടെയും ആളുകളും അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറുകളും എല്ലാം അല്ലെങ്കിൽ സംസ്കാരങ്ങളും കൂടി ഇഴചേർന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്. അത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഒരു പ്രധാന സവിശേഷത അത് വ്യക്തമാക്കുന്നതാണ്. അത് മാത്രവുമല്ല, വേദോപനിഷത്തുകളും സംഘകലാ പൈതൃകങ്ങളും ഇന്ത്യൻ സംസ്കാരത്തെ സമ്പന്നമാക്കുന്ന ധാരകളായിട്ട് എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്? പ്രത്യേകമായിട്ട് നിങ്ങളോട് എടുത്തു പറയേണ്ടതില്ല. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ സവിശേഷതകളിലൂടെ അതെന്താണ് അതിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യൻ വേർഡ് ഫോർ കൾച്ചർ ഈ സംസ്കൃതി എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ എന്താണ്? ഇന്ത്യൻ കൾച്ചറിലെ ഇന്ത്യൻ വേർഡ് എന്ന് പറയുന്നത് സംസ്കൃതി എന്നുള്ള വേർഡാണ്. ആ വേർഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇറ്റ് മീൻസ് ടു പ്യൂരിഫൈ, ടു ട്രാൻസ്ഫോം, ഓർ ടു സബ്ലിമേറ്റ്, ഓർ ടു മൗൾഡ് ആൻഡ് ഓർ ടു പെർഫെക്റ്റ്. ഒക്കെ ഇങ്ങനെയെല്ലാം വേർഡുകൾ അതിന്റെ അർത്ഥങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ദി വേദിക് കൾച്ചർ എന്നുള്ളതാണ്. വേദ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ വേദോപനിഷത്തുകളും സംഘകലാ പൈതൃകങ്ങളും ഇന്ത്യയുടെ സംസ്കാരം സമ്പന്നമാക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വേദിക് കൾച്ചർ എന്ന രീതിയിലും കൂടി അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ വരുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. സംസ്കാരം എന്ന സംസ്കൃത പദത്തിന് ശുദ്ധീകരിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. പവിത്രമായിട്ടുള്ളത് അല്ലെങ്കിൽ ഉന്നമനത്തിനായി അല്ലെങ്കിൽ സ്ഫുടം ചെയ്തെടുത്തത് എന്നിവയൊക്കെ ആ പദത്തിന് അർത്ഥമാക്കുന്നുമുണ്ട്.
ചിരപുരാതന കാലം മുതൽ തന്നെ ഇന്ത്യൻ സംസ്കൃതി മാനവ സംസ്കൃതി എന്നാണ് അറിയപ്പെടുന്നത്. അത് പണ്ട് കാലം മുതലൊക്കെ മാനവ സംസ്കൃതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിന് സാർവത്രികമായ ഒരു ആകർഷണീയതയും അസ്തിത്വവുമുണ്ട്. ലോകമൊട്ടാകെ അതിനൊരു സ്വീകാര്യതയുണ്ട്. മാത്രമല്ല അതിനൊരു അസ്തിത്വമുണ്ട്, അല്ലെങ്കിൽ അത് തുടക്കം എവിടെ നിന്നാണെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു അസ്തിത്വം അതിനുണ്ട്. വൈവിധ്യമാർന്ന വഴികളിലൂടെ ഒഴുകി കൂടിച്ചേർന്ന ഒരു സംസ്കാരമായിട്ടാണ് ഇതിന് പല മേഖലകളിലൂടെ അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെ കൾച്ചറിലൂടെ അല്ലെങ്കിൽ പല സംസ്കാരങ്ങളിലൂടെ കൂടിച്ചേർന്ന് ചേർന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്. അത് ബഹുമുഖവും വിപുലവുമാണ്. അതുകൊണ്ട് തന്നെ ബഹുമുഖവും വിപുലവും എന്നുള്ള രീതിയിലാണ് ഇതിന് പറയുന്നത്. ഇത്രയുമാണ് ഇതിന്റെ ഒരു പ്രധാന ബേസിക് ആയിട്ടൊരു ഇന്ത്യൻ സംസ്കാരത്തിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ ഒന്നും കൂടി ഇന്ത്യൻ സംസ്കാരം എന്താണെന്ന് ഈ ഇന്ത്യൻ കൾച്ചറിന്റെ സവിശേഷതകൾ നോക്കുക വഴി നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. പ്രധാനമായും ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്ന രീതിയിൽ 7 എണ്ണമായിട്ടാണ് എടുത്തു പറയുന്നത്. 1 യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി, 2 കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, 3 റിലീജിയസ് പ്ലൂറലിസം, 4 യൂണിവേഴ്സലിസം, 5 സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ, 6 ഹ്യൂമാനിറ്റി ആൻഡ് ടോളറൻസ്, 7 ക്ലോസ്ലി കണക്റ്റഡ് സോഷ്യൽ സിസ്റ്റം. ഓക്കെ, ഇങ്ങനെ 7 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആണ് ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തുകൊണ്ട്. ഇതിന്റെ മലയാളമായിട്ട് എടുത്ത് പറയുന്നത് എന്താണ്? യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മലയാളം? നാനാത്വത്തിൽ ഏകത്വം. 2 കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എന്ന് പറയുന്നത് തുടർച്ചയും പരിവർത്തനവും. 3 റിലീജിയസ് പ്ലൂറലിസം എന്ന് പറയുന്നത് മതബഹുലത എന്നുള്ളതാണ്. 5 യൂണിവേഴ്സലിസം എന്ന് പറയുന്നത് സാർവത്രികത എന്നുള്ളതാണ്. Then 5 സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ, ആത്മീയതയും ഭൗതികതയും ഉള്ളത് എന്നുള്ളതാണ്. 6 ഹ്യൂമാനിറ്റി ആൻഡ് ടോളറൻസ്, മാനവികതയും സഹിഷ്ണുതയും. 7 ക്ലോസ്ലി കണക്റ്റഡ് സോഷ്യൽ സിസ്റ്റം എന്നുള്ളതാണ്. പരസ്പര ബന്ധിതമായ സാമൂഹിക വ്യവസ്ഥ ഇന്ത്യൻ സംസ്കാരത്തിനുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ 7 പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്കാര സവിശേഷതകളാണ് നമ്മൾ എടുത്ത് പഠിക്കാനുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എടുത്ത് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, തുടർച്ചയും പരിവർത്തനം. റിലീജിയസ് പ്ലൂറലിസം, മതബഹുലത. യൂണിവേഴ്സലിസം, സാർവത്രികത. സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ, ആത്മീയതയും ഭൗതികതയും. ഹ്യൂമാനിറ്റി ആൻഡ് ടോളറൻസ്, മാനവികതയും സഹിഷ്ണുതയും. ക്ലോസ്ലി കണക്റ്റഡ് സോഷ്യൽ സിസ്റ്റം, പരസ്പര ബന്ധിതമായ സാമൂഹിക വ്യവസ്ഥ. ഇവ ഓരോന്നും എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. നിങ്ങൾ യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി എന്നുള്ളത് സോഷ്യൽ സ്റ്റഡീസിലൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും, യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകമായ ഒന്നിന്റെ പലതരത്തിലുള്ള പല ഭാഗങ്ങൾ എന്നുള്ളതാണ്. ഏകത്വത്തിൽ ഏകമായ ഒന്നിൽ നാനാത്വം എന്നുള്ളതാണ്. പ്രകൃതിയിലുമുണ്ട്. പ്രകൃതി എന്ന ഏകം, അതിൽ പല നാനാത്വം എന്നുള്ളതാണ് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇന്ത്യ എന്ന ഏകത്വം, അതിൽ പല ഭാഷകൾ, പല വസ്ത്രങ്ങൾ, പല ഭക്ഷണ രീതികൾ, പല ലാംഗ്വേജ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാനാത്വമായിരിക്കും, പലതായിരിക്കും. അതിനെയാണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതുകൊണ്ട് ഒരു ബേസിക് നോളജ് എന്ന രീതിയിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. പ്രപഞ്ചത്തിന് ഒരേ ഒരു ഉറവിടം മാത്രമേ ഉള്ളൂവെന്നും എന്നാൽ അതിന് വൈവിധ്യമാർന്ന ആവിഷ്കാരങ്ങളുണ്ടെന്നും ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യം പഠിപ്പിക്കുന്നു. ഓക്കെ, പ്രകൃതിക്കും അത് തന്നെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. പല മഹാന്മാരും ഇത് വിവരിക്കുകയും വിവിധ രീതികളിൽ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഏകം സത് വിപ്ര ബഹുധ വദന്തി. എന്താണ്? ഏകം സത് വിപ്ര ബഹുധ വദന്തി. ഒരേ സത്യത്തെ പണ്ഡിതർ പലതായി പറയുന്നു എന്നുള്ളതാണ്. ഒരു സത്യത്തെ തന്നെ പലതായിട്ട് വ്യാഖ്യാനിക്കുന്നു എന്ന് പറയുന്നതാണ് ഏകം സത് വിപ്ര ബഹുധ വദന്തി. ഇതെന്താണ്? ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുമ്പോൾ ഒരു പ്രകൃതിയുടെ ഒരു കോൺസെപ്റ്റിലാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം ഇതെന്താ ചെയ്യുന്നത്? പ്രകൃതിയുടെ ഒരു കോൺസെപ്റ്റിലാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നീടാണ് എന്തിലേക്ക് വരുന്നത്? ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന ഒരു സവിശേഷതയിലേക്ക് എടുത്തു പറയുന്നത് അടുത്ത പാരഗ്രാഫിലൂടെ അല്ലെങ്കിൽ അടുത്ത വാക്കുകളിലൂടെ. ഇത് പ്രപഞ്ചത്തെ കുറിച്ച് എന്ന രീതിയിൽ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന രീതിയിൽ നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. പ്രപഞ്ചത്തിന് ഒരേ ഒരു ഉറവിടം മാത്രമേ ഉള്ളൂവെന്നും എന്നാൽ അതിന് വൈവിധ്യമാർന്ന ആവിഷ്കാരങ്ങൾ ഉണ്ടെന്നും ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യം പഠിപ്പിക്കുന്നുണ്ട്. പല മഹാന്മാരും ഇത് വിവരിക്കുകയും വിവിധ രീതിയിൽ അത് അനുഭവിച്ചിട്ടുമുണ്ടെന്നുള്ളത് വ്യക്തമാക്കും. അതാണ് ഏകം സത് വിപ്ര ബഹുധ വസന്തി വദന്തി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരേ സത്യത്തെ പണ്ഡിതർ പലതായി പറയുന്നു എന്നുള്ളതാണ്. ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നതിന്റെ അർത്ഥം പോലെ പ്രകൃതി ഏകമാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അത് നാനാത്വമാണെന്നുള്ള വ്യാഖ്യാനിക്കുന്നത് പോലെയൊക്കെയാണ് അതിനെ എടുത്തു പറയുന്നത്.
ഓക്കെ, നാനാത്വത്തിൽ ഏകത്വം എന്നത് ജീവിതത്തിന്റെയും പ്രകൃതിയുടെയും സുദൃഢമായിട്ടുള്ള തത്വമായിട്ടും കൂടിയാണ് ഇതിനെടുത്ത് പറയുന്നത്. അതുകൊണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ജീവിതത്തിന്റെയും പ്രകൃതിയുടെയും സുദൃഢമായിട്ടുള്ള ഒരു തത്വം കൂടിയാണ്. എന്നാൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതിന്റെ സവിശേഷത ഇന്ത്യൻ കൾച്ചറിലേക്ക് എങ്ങനെയാണ് വരുന്നത്? വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ സഹവർത്തിത്വത്തോടെ ഇന്ത്യയിൽ ജീവിക്കുന്നു. ഇന്ത്യയിൽ വിവിധ മതങ്ങളുണ്ട്. 8-10 മതങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ സഹവർത്തിത്വത്തോടെ ഇന്ത്യയിൽ ജീവിക്കുന്നു. പല ലോക മതങ്ങളുടെയും മാതൃഗൃഹമായിട്ടാണ് ഇന്ത്യയെ കണക്കാക്കുന്നത്. അസംഖ്യം വാസ്തുവിദ്യാ രീതികൾ, ശില്പവിദ്യകൾ, ചിത്രകല, ശാസ്ത്രീയത, നാടോടി നൃത്തം, സംഗീത പാരമ്പര്യങ്ങൾ എന്നിവയെല്ലാം വികസിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ സംസ്കാരത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ധാരാളം ഉത്സവങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട്. ഈ വൈവിധ്യമാണ് ഇന്ത്യൻ സംസ്കാരം സമ്മിശ്രവും സമ്പന്നവും സൗന്ദര്യപൂർണ്ണവുമാക്കി തീർക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ സംസ്കാരം വൈവിധ്യപൂർണ്ണമായി തീരുന്നത്? നമ്മുടെ സംസ്കാരത്തിന്റെ വൈവിധ്യത്തിന് നിരവധി കാരണങ്ങളുണ്ട്. രാജ്യ വിസ്തൃതിയും ഭൂപ്രകൃതിയും കാലാവസ്ഥ ഭേദങ്ങളും മുഖ്യ കാരണങ്ങളാണ്. അതായത് നമ്മളെ കേരളത്തിലുള്ള കാലാവസ്ഥ പോലെ ആയിരിക്കില്ല നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ, തമിഴ്നാട്ടിലുള്ളത് പോലെ ആയിരിക്കില്ല കാശ്മീരിൽ പോയാൽ, കാശ്മീരിലുള്ളത് പോലെ ആയിരിക്കില്ല നാഗാലാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ പോയാൽ. അത് കാലാവസ്ഥ കൊണ്ടും ഭൂപ്രദേശങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ മറ്റു രാജ്യവിസ്തൃതികൾ കൊണ്ടും എല്ലാം ഇതെന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൂടി ഈ വ്യത്യാസത്തിന് കാരണമാകുന്നു എന്നാണ്. എന്നാൽ ഇന്ത്യ എന്നുള്ള ഒരൊറ്റ രാഷ്ട്രത്തിലാണ് ഈ വ്യത്യാസങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഇതിന് എന്ത് പറയുന്നത്? നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. ഓക്കെ, എന്തിലൊക്കെ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്? അസംഖ്യം വാസ്തുവിദ്യാ രീതികളിൽ വ്യത്യാസമുണ്ട്, ശില്പവിദ്യയിൽ വ്യത്യാസമുണ്ട്, ചിത്രകലയിൽ വ്യത്യാസമുണ്ട്, ശാസ്ത്രീയതയിൽ വ്യത്യാസമുണ്ട്, നാടോടി നൃത്തത്തിൽ വ്യത്യാസമുണ്ട്, സംഗീത പാരമ്പര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ എല്ലാത്തിലും വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, അതുകൂടാതെ തന്നെ ഭാഷ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യത്യാസപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിനെല്ലാം കാരണങ്ങളായിട്ട് എടുത്തു പറഞ്ഞത് എന്താണ്? മറ്റൊരു കാരണമായിട്ട് എടുത്തു പറഞ്ഞത് ഇറാനിയൻ, ഗ്രീക്കുകാർ, കുഷാനർ, ഷാക്കർ, ഹുണർ, അറബികൾ, തുർക്കികൾ, മുഗളർ, യൂറോപ്യർ തുടങ്ങിയ വിവിധ വംശീയ വിഭാഗങ്ങൾ ഇന്ത്യയിൽ വന്ന് താമസമുറപ്പിക്കുകയും ഇവിടെയുള്ളവരുമായി ഇടകെ ചേർന്ന് ജീവിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ നാനാത്വത്തിൽ ഏകത്വം അല്ലെങ്കിൽ പല സംസ്കാരങ്ങൾ കൂടിച്ചേർന്നുള്ള ഒരു സംസ്കാരമായി ഇന്ത്യൻ സംസ്കാരം മാറിയതിന്റെ ഒരു കാരണമായിട്ട് എടുത്തു പറയുന്നത്. അവരുടെ ചിന്തകളും ശീലങ്ങളും ആശയങ്ങളും ഇവിടെ നിലനിന്ന സംസ്കാരവുമായി കൂടിക്കലർന്നു. ആശയ സ്വാംശീകരണത്തിനുള്ള ശേഷി ഇന്ത്യക്ക് യുഗങ്ങളായുള്ള ഒരു പ്രത്യേകതയായിട്ടാണ് കണക്കാക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം, കാലാവസ്ഥാ ഭേദങ്ങൾ ഉണ്ടെങ്കിലും ആന്തരികമായ ഒരു സാംസ്കാരിക പൈതൃകം നമുക്കുണ്ട്. ആന്തരികമായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാംസ്കാരിക പൈതൃകം ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ്. വ്യത്യസ്ത പ്രദേശങ്ങളിലെ സവിശേഷതകൾ അതത് സംസ്കാരങ്ങൾക്ക് സവിശേഷമായ മഹത്വം നൽകുന്നു. സംഗീതത്തിലും നൃത്തത്തിലും നാടകത്തിലും ചിത്രകലയിലും ശില്പവിദ്യയിലും വാസ്തുവിദ്യയിലും സാഹിത്യത്തിലും എല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ സമ്മിശ്ര സ്വഭാവം പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. ഇതിലെല്ലാം എന്താണ്? ഓരോ വിഭാഗം സംസ്കാരക്കാരുടെയും സംസ്കാരങ്ങൾ കൂടി ചേർന്നിട്ട് ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു സംസ്കാരമാണ് ഇന്ത്യൻ കൾച്ചറിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ലാസ്റ്റ് സെന്റൻസിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. സംഗീതത്തിലും നൃത്തത്തിലും നാടകത്തിലും ചിത്രകലയിലും ശില്പവിദ്യയിലും വാസ്തുവിദ്യയിലും സാഹിത്യത്തിലും എല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ സമ്മിശ്ര സ്വഭാവം പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ കൾച്ചറിലെ ആദ്യത്തെ സവിശേഷതയായിട്ട് എടുത്തു പറയുന്ന ഒന്ന് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ടത് ഇന്ത്യ എന്ന മഹാരാഷ്ട്രത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരങ്ങൾ കൂടിച്ചേർന്ന് ഒരു സംസ്കാരമായി മാറുന്നു എന്നുള്ളതിലേക്കുള്ള ഒരു പരിവർത്തനമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുതന്നെയാണ് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ളത്, ഒന്നിൽ തന്നെ വ്യത്യസ്തത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്ന് ഒരു സംസ്കാരമായ ഇന്ത്യൻ സംസ്കാരമായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഒരു സവിശേഷത കൊണ്ട് നമുക്ക് വ്യക്തമാക്കി തരാൻ ശ്രമിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ സവിശേഷത ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ആണ്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത്? കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എന്നുള്ളതാണ്. എന്താണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്? കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, തുടർച്ചയും പരിവർത്തനവും. എന്താണ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്? തുടർച്ചയും പരിവർത്തനവും എന്നുള്ള ഒരു ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് തുടർച്ചയും പരിവർത്തനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? തുടർച്ച, ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, അത് പരിവർത്തനം വരുന്നുണ്ട്, അത് മാറ്റങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. തുടർച്ചയ്ക്ക് കാരണമാവുന്നുമുണ്ട്, അതുകൂടാതെ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നുണ്ട്. എന്താണ് തുടർച്ച എന്ന് പറയുന്നത്? കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൽ നിന്നും മറ്റൊരു സംസ്കാരത്തിലേക്ക് അത് പരിവർത്തനം അല്ലെങ്കിൽ അതിന്റെ കൈമാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലെ. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കൈമാറ്റം സംഭവിക്കുന്നുണ്ട്.
അതുകൂടാതെ തന്നെ പരിവർത്തനം സംഭവിക്കുന്നുമുണ്ട്. പരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ആ സംസ്കാരം തന്നെ അല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന് ചെറിയ രൂപാന്തരങ്ങൾ പ്രാപിച്ച് അതിന് മാറ്റങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഏത് സംസ്കാരമാണുള്ളത് ആ സംസ്കാരം നിലനിൽക്കുന്നത്. മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത സംസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ ആ മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത സംസ്കാരം ഓട്ടോമാറ്റിക്കലി നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതാണ് ഇവിടെ വ്യക്തമാകുന്നത്. കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്. ലോകത്തിലെ വിവിധ സംസ്കാരങ്ങൾ നശിച്ചു പോവുകയോ പകരം മറ്റൊന്നിൽ അലിഞ്ഞില്ലാതാവുകയോ ചെയ്തിട്ടുണ്ട്. പല സംസ്കാരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലോകത്തിലെ വിവിധ സംസ്കാരങ്ങൾ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ പകരം മറ്റൊന്നിൽ അലിഞ്ഞില്ലാതാവുകയോ ചെയ്യുന്നുണ്ട്. മറ്റൊന്നിലേക്ക് merge ചെയ്തിട്ട് അതില്ലാതാവുകയോ ചെയ്യുന്നുണ്ട്. മാറ്റത്തിന് വിധേയമാകാതെ നിലകൊള്ളുന്ന സംസ്കാരമാണ് തുടച്ചു നീക്കപ്പെടുന്നത്. മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത സംസ്കാരം എന്ത് ചെയ്യുന്നു? അത് തുടച്ചു നീക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ സംസ്കാരത്തിന് സിന്ധു നദീതട സംസ്കാരത്തോളം പഴക്കമുണ്ട്. ഇന്നും അത് പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അതായത് മാറ്റങ്ങൾക്ക് വിധേയമാകാതെ നിലകൊള്ളുന്ന സംസ്കാരങ്ങളാണെങ്കിൽ ആ സംസ്കാരം ഇല്ലാതായി പോകുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം എന്നുള്ളതാണ്. അത് പണ്ട് കാലം മുതൽക്ക് ഇപ്പോഴും അത് മാറ്റങ്ങൾക്ക് വിധേയമായി അതിനെ പിടിച്ചാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ആ സംസ്കാരം തന്നെയാണ് രൂപാന്തരം പ്രാപിച്ച് അതിനെയാണ് എന്ന് പറയുന്നത് പരിവർത്തനം സംഭവിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ പരിവർത്തനം സംഭവിച്ച് ഇന്ത്യൻ സംസ്കാരം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ഹാരപ്പൻ സംസ്കാരത്തിൽ നാം കണ്ടെത്തിയ ഗ്രാമങ്ങളിൽ നിന്ന് ഇന്നും ഒട്ടും ഭിന്നമല്ല എന്നുള്ളതാണ്. ഓക്കെ, അതും എന്താണ്? ഹാരപ്പൻ സംസ്കാരത്തിന്റെ പരിവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ സംസ്കാരത്തിൽ പലയിടങ്ങളിലും ഇപ്പോഴത്തെ സംസ്കാരങ്ങൾ കാണുന്നത്. മറ്റൊരു രീതിയിൽ പറയുന്നത് BC 6-ാം നൂറ്റാണ്ടിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളായ ജൈന ബുദ്ധ ദർശനങ്ങള് 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്നിവ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ചിന്താരീതിയിലും പ്രസ്ഥാനങ്ങളും വിപ്ലവാത്മകമായിട്ടുള്ള മുന്നേറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. ഓക്കെ, മാറ്റത്തിന് വിധേയമാകുമ്പോൾ തന്നെ മതങ്ങളിലെയും മറ്റു സനാതന മൂല്യങ്ങൾ അതിന്റെ സാരാംശം ഉൾക്കൊണ്ട് തുടരുന്ന കാഴ്ചയാണ് നാം ഇന്ത്യൻ സംസ്കാരത്തിൽ കാണുന്നത്. എന്താണോ മതങ്ങൾ പറയുന്ന മൂല്യ ഭാഗങ്ങൾ ആ മൂല്യങ്ങൾ പിന്തുടർന്നു കൊണ്ട് തന്നെ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് ചെയ്യുന്നത്. 2 നൂറ്റാണ്ടു കാലത്തെ ബ്രിട്ടീഷ് കോളനിയിൽ വാഴ്ച നിലനിന്നിട്ടും തുടർച്ചയും പരിവർത്തനവും എന്ന പ്രക്രിയ ഇന്ത്യൻ സംസ്കാരത്തിന്റെ എക്കാലത്തെയും സവിശേഷതയായി തീർന്നിട്ടുമുണ്ട്. ഏതിനെയും ഉൾക്കൊള്ളാനും സ്വയം മാറ്റങ്ങൾക്ക് വിധേയമാവാനും ഇന്ത്യൻ സംസ്കാരത്തിന് സാധിക്കുന്നത് അതിന്റെ ചലനാത്മകത കൊണ്ടാണ്. യുദ്ധങ്ങൾ ഉണ്ടായിട്ടും ഇതിന് മാറ്റം ഉണ്ടാവുന്നില്ല. ഓക്കെ, എന്താണ് തുടർച്ചയും പരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സംസ്കാരം ഇപ്പോഴും തുടർച്ചയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തുടർച്ചയായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സംസ്കാരം അതേപടി തന്നെ തുടർച്ചയായിട്ട് നിലനിൽക്കുന്നുവെങ്കിൽ അത് ഇല്ലാതായി പോകുന്നു. എന്നാൽ അത് മാറ്റങ്ങൾക്ക് വിധേയമായി അതിനെ പരിവർത്തനം എന്നാ പറയുന്നത്. അങ്ങനെ പരിവർത്തനങ്ങൾക്ക് വിധേയമാവുന്നുണ്ടെങ്കിൽ ആ സംസ്കാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? ചലനാത്മകത ഉണ്ട് എന്നുള്ളത് പറയുന്നത് അല്ലെ. ചലനാത്മകത ഉണ്ട് എന്നുള്ളതാണ്. അത് ഉയർന്നു പോകുന്നു എന്നുള്ളതാണ്. ഇതാണ് എന്തിലൂടെ പറയുന്നത്? രണ്ടാമത്തെ സംസ്കാരം ഇന്ത്യൻ സംസ്കാരത്തിന്റെ സവിശേഷതകളുടെ രണ്ടാമത്തെ സവിശേഷതയായിട്ട് എടുത്തു പറയുന്നത് എന്താണ്? കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് അഥവാ തുടർച്ചയും പരിവർത്തനം എന്നുള്ളതാണ്. അടുത്ത ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് റിലീജിയസ് പ്ലൂറലിസം അതല്ലെങ്കിൽ മതബഹുലത എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരമാണ്, ഇന്ത്യൻ കൾച്ചർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇന്ത്യൻ കൾച്ചർ എന്താണെന്നുള്ളതും ഇന്ത്യൻ കൾച്ചറിന്റെ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയെന്നുള്ളതും ആ ഇന്ത്യൻ കൾച്ചറിന്റെ പ്രധാന സവിശേഷതകളിൽ വരുന്ന പ്രധാനപ്പെട്ട 2 സവിശേഷത എന്താണെന്നുള്ളതും നിങ്ങൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഓരോ പ്രാവശ്യം നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ പരമാവധി മാക്സിമം 5 പേര് മാത്രം ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യുക. അതിനുശേഷം വേറെ ആരും ഇനി ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യരുത്. അതിനുശേഷം എന്ത് ചെയ്യുക? അടുത്ത ചോദ്യത്തിന് മറ്റ് 5 പേരുകൾ ആൻസർ ചെയ്യുക. ആ മുൻപ് ആൻസർ ചെയ്തിട്ടുള്ള വ്യക്തികൾ ആൻസർ ചെയ്യാതെ വേറെയുള്ള 5 പേര് ആൻസർ ചെയ്യുക. ഇങ്ങനെ ആൻസർ ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ ആ ഗ്രൂപ്പിൽ ആ ക്ലാസ് സമയത്ത് പ്രസന്റ് ആണോ അല്ലേ എന്നുള്ളത്, ലൈവ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പ്രധാന സവിശേഷതകൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാന ടോപ്പിക്കാണ് ഇന്ത്യൻ കൾച്ചർ വിവിധ ഘട്ടങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യൻ കൾച്ചറിന്റെ പ്രധാനപ്പെട്ട വിവിധ ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.